അപ്പോൾ ജില്ലയിലെ മുഴുവൻ നമ്മുടെ നിയോജകമണ്ഡലങ്ങളുടെയും വിവിപാറ്റ് എണ്ണണം എന്നാണ് ഇതിന് ഞങ്ങളുടെ ആവശ്യം. അദ്ദേഹത്തോട് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞത് എൻ്റെ ഡയറി അവിടെ മറന്നുപോയി, അതൊന്ന് എടുക്കണമെന്നാണ്. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 20-ാം തീയതി ഡയറി മറന്നുപോയ സംഭവം പറയുന്നതിൽ ഒരു ദുരൂഹതയില്ലേ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ കോണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾ 1961 അതിൽ കൃത്യമായി പറയുന്നുണ്ട്. റൂൾ 56D പറയുന്നുണ്ട്, ഇത് വിവിപാറ്റ് എണ്ണുന്നത് സംബന്ധമായി സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ ഏജൻറ്റിനോ സംശയമുണ്ടെങ്കിൽ രേഖാമൂലം നൽകിയാൽ റിട്ടേണിംഗ് ഓഫീസർ അത് അനുവദിക്കണം എന്നാണ് ഈ റൂളിൽ പറയുന്നത്. പക്ഷേ ഈ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെ നമ്മൾ അങ്ങനെ ആവശ്യം ഉന്നയിച്ചാൽ നീതി ലഭ്യമാകില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ നിവേദനം ഇലക്ഷൻ കമ്മീഷനോട് രേഖാമൂലവും ജില്ലാ കലക്ടറോട് നേരിട്ടും ഞങ്ങൾ ആവശ്യപ്പെട്ട അദ്ദേഹത്തെ തൽസ്ഥാനത്ത് മാറ്റണമെന്ന്. ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്ലൂർ മുഹമ്മദ് അലി ഫാത്തിമ തഹലിയുടെ ഏജൻ്റാണ്. അദ്ദേഹത്തോട് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞത് എൻ്റെ ഡയറി അവിടെ മറന്നുപോയി, അതൊന്ന് എടുക്കണമെന്നാണ്. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 20-ാം തീയതി ഡയറി മറന്നുപോയ സംഭവം പറയുന്നതിൽ ഒരു ദുരൂഹതയില്ലേ? അതുമാത്രമല്ല, ഞങ്ങൾ ശക്തമായ ആവശ്യത്തിന് മുമ്പിൽ അവസാനം അത് കാണണമെന്ന് നിർബന്ധിച്ചപ്പോൾ അവിടെ ആ പരിസരം ഞങ്ങൾ പോയി കാണുകയുണ്ടായി. ആ പരിസരത്ത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായ ഒരു സംഗതി, കോഴിക്കോട് സൗത്തിനോട് ചേർന്നുകൊണ്ടാണ്, സ്ട്രോങ് റൂമിനോട് ചേർന്നുകൊണ്ടാണ് അവിടെ ഈ മെറ്റീരിയൽ. അപ്പോൾ സൗത്ത് മണ്ഡലമൊക്കെ പിന്നെ എന്താ, അത് നേരത്തെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു, CCTVയിൽ കാണുന്നതിൽ അവ്യക്തതയുണ്ട്, അതുമാത്രമല്ല അതിനകത്ത് ചില ദുരൂഹതയുണ്ട് എന്ന് ഞങ്ങൾ ആരോപിച്ചത് ഇപ്പം പൂർണ്ണമായും ശരിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. കാരണം ഈ റൂം തുറക്കുന്ന സന്ദർഭത്തിൽ അതിനകത്ത് ലാപ്ടോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട്, മൊബൈൽ ഫോൺ ഉള്ളവരുണ്ടായിട്ടുണ്ട്, അതിൽ കുറേ ആളുകൾ അവിടെ കയറിയിട്ടുണ്ട്. ഈ കയറിയ ആളുകൾ എന്താണ് ചെയ്ത പ്രവൃത്തി എന്നവർ പറയണ്ടേ? അത് 1:50 ഇത് അടയ്ക്കുമ്പോൾ ഈ അടയ്ക്കുന്ന സന്ദർഭത്തിൽ അതിനകത്ത് എന്തെല്ലാം മെറ്റീരിയൽ ഉണ്ടായിരുന്നോ അതെല്ലാം അടക്കി വെക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കില്ലേ? അപ്പോൾ അപ്രതീക്ഷിതമായി ഞങ്ങൾ ഇടപെട്ടപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ പൂട്ടി ഇറങ്ങി എന്നുള്ളതിൽ സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ഇതിൽ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിപാറ്റിലെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൂരീകരിക്കാൻ ഒരു റൈറ്റ് സ്ഥാനാർത്ഥിക്ക് നൽകിയിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ഈ റിട്ടേണിംഗ് ഓഫീസറോ മറ്റ് റിട്ടേണിംഗ് ഓഫീസർമാരോ അനുവദിക്കുകയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കസ്റ്റോഡിയനായിട്ടുള്ള ജില്ലാ കളക്ടറുടെ അനുമതിയില്ലാതെ ഒരു സ്ട്രോങ് റൂമിൻ്റെ പരിസരവും കയറാനോ അല്ലെങ്കിൽ മെറ്റീരിയൽ റൂം തുറക്കാനോ ആർക്കും അധികാരമില്ല. അപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ സമ്മതത്തോടു കൂടിയാണ് ഇക്കാര്യങ്ങൾ നിർവഹിച്ചത് എന്നതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ചില ധാരണയും അതുമാത്രമല്ല തീരുമാനവും ഉണ്ടായോ എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവം. 3 മണിക്കൂർ സമയം ഇതിനകത്ത് ഉണ്ടായിട്ട് പല വിഷയങ്ങളും ഞങ്ങൾ പല ഘട്ടങ്ങളിലും ഇത് ഗൗരവമായി മീഡിയ ഇത് ടേക്കപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ജില്ലാ കളക്ടർ അതിലിടപെട്ട് തത്സമയം അതിന് ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാതെ പോയത് എന്നതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കണ്ടേ? അപ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ മെറ്റീരിയൽ റൂം എന്ന് പറയുന്ന സ്ട്രോങ് റൂം നമ്പർ 5 തുറന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജില്ലയിലെ മുഴുവൻ നമ്മുടെ നിയോജകമണ്ഡലങ്ങളുടെയും വിവിപാറ്റ് എണ്ണണം എന്നാണ് ഇതിന് ഞങ്ങളുടെ ആവശ്യം.